വിചാരധാരയിലെ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ജയരാജ് കൂട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നു ജയരാജനെ. കാരണം ഇപ്പൊ ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോ നിവൃത്തികേട് കൊണ്ട് അദ്ദേഹം അള്ളാഹു മിത്താണെന്ന് പറഞ്ഞല്ലോ. നിവൃത്തികേട് കൊണ്ട് ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് പുരുഷൻ മനസ്സിലാക്കണം. ആദ്യം ചിലരങ്ങനെ കരുതുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ട് ഫോക്കസ് ചെയ്ത് സ്പെസിഫിക് ആയിട്ട് പറയൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അള്ളാഹു മിത്താണെന്ന് പറയേണ്ടി വന്നു. എന്താ മാഷെ നിങ്ങളെ പോലെ വിവരമുള്ള ആൾ ഇങ്ങനെ സംസാരിക്കുക? അത് തന്നെ അദ്ദേഹം യേശുക്രിസ്തുവിനെ കൂട്ടുപിടിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഉരുളലാണ്. ചെറുപ്പം പോലെ ശീലിച്ചു പോകേണ്ട പെട്ടെന്ന് മാറ്റാനും പറ്റുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, താങ്കൾ വിചാരധാരയെ ഉദ്ധരിക്കുന്നു, ഒപ്പം തന്നെ താങ്കൾ ഖുറാൻ ഉദ്ധരിക്കാൻ തയ്യാറുണ്ടോ? ആ ഖുറാൻ ഉദ്ധരിക്കാനായിട്ട് ജയരാജനെ ഞാൻ നട്ടല്ലുണ്ടോ? ജയരാജന് നട്ടല് അതിവനില്ല. നട്ടല്ലെന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ജയരാജന് ഓൺ ദ സ്പോട്ടിലാണ് എനിക്ക് മറുപടി വേണ്ടത്. ഡു യു ഹാവ് ദ സ്പൈൻ? ഡു യു ഹാവ് ദ സ്പൈൻ? എവിടെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ പറയാം. ഇതെന്താ എക്കോയാ? ഐ ബിലോങ് ടു എ പേഗൻ റിലിജിയൻ. ഞാനൊരു ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് വരുന്ന ആളാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? എനിക്ക് സെമിറ്റിക് മതങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയണമെന്ന കാര്യമില്ല. അത് ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ശരി തന്നെ, ഇസ്ലാം ആണെങ്കിലും ശരി തന്നെ. അവരുടെ സത്യമാണ് ശരി തന്നെ. അവരുടെ മതവിശ്വാസങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. ഏകദൈവ വിശ്വാസികളുടെ വിചാരങ്ങൾ വേറെയാണ്. ഞാൻ നമിച്ചു. കഷ്ടം. താങ്കൾക്ക് അതറിയൂടെ സെമിറ്റിക് മതങ്ങളെ എങ്ങനെയാണ് പേഗൻ റിലിജിയൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്? ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. സെമിറ്റിക് വാക്കുകൾ ഈ നാടിന് ചേർന്നതാണോ? ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്നതാണോ? കെവിൻ പീറ്ററെ, എന്റെ ചോദ്യം ജയരാജന്റെ ചങ്കത്താണ് കൊണ്ടിരിക്കുന്നത്. ചോദിക്കുന്നത് ഇപ്പോ നമ്മുടെ ഞാനിപ്പോ പറഞ്ഞത് വിചാരധാര എന്ന് പറയുന്നത് 100 വർഷം നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളാണ്. എന്തെന്നും അത് ഈ പറയുന്നല്ലോ. മറ്റേതിന്റെ ഒരു സെക്കൻഡ് അദ്ദേഹം പറഞ്ഞു വരുന്നത് 2500 വർഷം മുൻപ് രചിക്കപ്പെട്ട ഒരു പുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത് എന്നാണ്. 1500 വർഷം മുമ്പൊക്കെ രചിക്കപ്പെട്ട ഒരു പുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത്. എങ്കിൽ അതിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണം, ആ മതഗ്രന്ഥത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണമെന്ന് ഡോക്ടർ ബി ജയരാജൻ ഒരു സജഷനായി പറയാൻ കഴിയുമോ? തോംസുട്ടി ആരെ പേടിക്കുന്നത്? സത്യം പറഞ്ഞ എനിക്ക് പേടിയാ. എല്ലാ അമ്പലങ്ങളിൽ അല്ല കെവിൻ പീറ്ററെ, 5000 വർഷം മുമ്പുള്ള അതല്ല ഞാൻ പറഞ്ഞത്. സെമിറ്റിക് മതങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ ആളല്ല. മതി മതി, നോണ പറഞ്ഞ് കഷ്ടപ്പെടണ്ട. മാറ്റങ്ങൾ വരുത്തണമെന്ന് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കാര്യം അവര് ഏകദൈവ വിശ്വാസികളാണ്. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? വളരെ ക്ലിയർ ആണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് സെമിറ്റിക് മതങ്ങളുടെ കാര്യം വരുമ്പോൾ അതിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അതാത് മതങ്ങൾക്ക് വിടാൻ കഴിയുന്നത് പോലെ എന്തുകൊണ്ടാണ് സനാതന ധർമ്മം എന്ന് പറയുന്ന സാധനത്തിന്റെ കാര്യത്തിൽ അത് ചെയ്യാത്തത്? നിങ്ങൾ എന്തിനാണ് അതിൽ ഇടപെടുന്നത്? അതെനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളൊരു ഭരണകൂടത്തിന്റെ വക്താക്കളാവുമ്പോ ഇത് തുല്യമായിട്ടായിരിക്കണ്ടേ? വിശ്വാസമായതുകൊണ്ട് എന്തേ കൊക്കോക്കോളം നിങ്ങളെ പിടിച്ച് കടിച്ച ബഹുദൈവ വിശ്വാസത്തെ മാത്രം ആക്രമിക്കാം, ബാക്കിയുള്ള സാധനത്തെയൊക്കെ നമുക്ക് പോക്കറ്റിൽ ഇടാം എന്നുള്ളത് എവിടുന്നാണ് വരുന്നത്? അന്തസ്സില്ലായ്മ കാണിക്കുന്നു അന്തസ്സൊക്കെ. ഇനി ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മതത്തെ വിമർശിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടെന്ന്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഞാൻ അത് എന്റെ അവകാശമായിക്കൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ ആരോപിക്കുകയാണ് ചെയ്തത്. എനിക്ക് ആരോ ഫണ്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ നിങ്ങളെ ആരാണ് ഫണ്ട് ചെയ്യുന്നത്? എനിക്ക് അതാണ് അറിയേണ്ടത്. എന്താ ചോദിച്ചത്? നിങ്ങളെ ആരാണ് ഫണ്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് BJP-ക്കാരാണോ ഫണ്ട് ചെയ്യുന്നത്? എനിക്ക് അറിയാൻ വലിയ ആഗ്രഹമുണ്ട്. ഇവിടെ അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ BJP-ക്കാരുടെ B ടീമാണെന്നുള്ളത്. അത് തന്നെയാണോ ഇവിടെ സംഭവിക്കുന്നത്? ആനയ്ക്ക് മതളകിയ ചങ്ങലക്കിടാം, ചങ്ങലയ്ക്ക് മതളകിയ ഇയാൾക്ക് എന്താണ് വയ്യേ? തെങ്ങിന്റെ തളപ്പിട്ടുണ്ട് കവുങ്ങ് കയറാൻ കവുങ്ങിന്റെ തളപ്പിട്ടുണ്ട് തെങ്ങ് കയറാൻ താങ്കൾ ശ്രമിക്കരുത്. തീപ്പട്ടിക്കൊള്ളി ഉരച്ചാൽ മെഴുകുതിരി കത്തിക്കാം, എന്നാൽ മെഴുകുതിരി ഉരച്ചാൽ തീപ്പട്ടി കത്തില്ല.
എന്തുകൊണ്ടാണോ എനിക്ക് നമ്മളെ നല്ല 5000 വർഷം മുമ്പുള്ള പുള്ളിക്ക് പറയാം, ഒരു കുഴപ്പമില്ല. ഒരു മിനിറ്റ്, നമ്മൾ അസൽ നല്ല മരുഭൂമിയിൽ ഈന്തപ്പന കയറി ശീലിച്ച ആളാ. കവുങ്ങും പനയൊക്കെ നമുക്ക് പുല്ലാണ്. ഓക്കെ, നിങ്ങൾ അതൊന്നും കയറി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, വേറെ വഴി വല്ലതും നോക്ക്. അല്ലെ, ഇതിനകത്തെ ജയരാജ് വല്ലാത്തൊരു താങ്കൾ ഒട്ടകത്ത് യാത്ര ചെയ്തോളൂ. എന്ത് ചെയ്യുന്ന കോമഡിയാണ് അതിനകത്ത് എനിക്ക് ധർമ്മസങ്കടത്തിലാണ്. പറയട്ടെ ആർ വി ബാബു ജയരാജ് ഒന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ ആർ വി ബാബു. എനിക്ക് ജയരാജ, എനിക്ക് പറയാനുള്ളത്, ഈ നിങ്ങളിപ്പോ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി കിടക്കുക. കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ പിടിയിൽപ്പെട്ട ഒരു പ്രതിസന്ധിയില്ല. രാഷ്ട്രീയപരമായി അല്ല, ഞാൻ പറഞ്ഞോട്ടെ ജയരാജ്, എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഞാൻ പറഞ്ഞോട്ടെ ജയരാജ്, നിങ്ങൾ ഒരു പിടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്യന്തികമായ താത്വിക പ്രശ്നങ്ങളെ നിങ്ങൾ അടിയറ വെച്ചോ. നിങ്ങൾ നേരത്തെ ഇവിടെ ആരിഫ് ഹുസൈൻ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. ശരീഅത്തിനെതിരെ ഏറ്റവും ശക്തമായി വാദം ഉന്നയിച്ചത് നമ്പൂതിരിപ്പാടായിരുന്നോ? ആ ശരീഅത്ത് ശരിയാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തത് നിങ്ങളുടെ പാർട്ടിയാണ് സർ. രണ്ടും കൂടി പറയരുത്. ആരുടെ മുന്നിൽ നിങ്ങൾ അടിയറ വെച്ചു? അത് പറയുമ്പോൾ വിളിക്കാം, അത്രേ ഉള്ളൂ. ഇതേപോലെ ഇരുന്ന് വിളിക്കാം. നിങ്ങൾ വിചാരിക്കുന്ന നാട്ടുകാർ മുഴുവൻ മണ്ടന്മാരാണെന്നാണോ? നിങ്ങൾ വിചാരിക്കുന്ന നാട്ടുകാരെ മുഴുവൻ മണ്ടന്മാരാക്കാമെന്നാണോ? നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. നിങ്ങൾക്ക് ഗണപതി മിത്താണ് എന്ന് പറയാം. സഖാവ് ഗോവിന്ദനോട് ചോദിച്ചപ്പോ അള്ളാഹു മിത്തല്ലെന്നാ പറഞ്ഞേ. ഇതെന്തോ ഉന്നം വെച്ചിട്ടുള്ള നീക്കമാകാനാണ് സാധ്യത. മുൻകാല് വോട്ടിന്റെ എണ്ണം കുറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടല്ലേ? അന്ന് പത്രക്കാര് സഖാവ് ഗോവിന്ദനോട് ചോദിച്ചപ്പോ അള്ളാഹു മിത്താണോ ചോദിച്ചാൽ അള്ളാഹു മിത്തല്ല, ഗണപതി മിത്താണ്. ഇതെവിടെ ന്യായം? ഈ കാപട്യം ഉണ്ടോ? ഈ കാപട്യം ജനങ്ങൾ കാണുകയല്ലേ ജയരാജ്? നിങ്ങൾ ഇനി എത്ര സുഗന്ധം നിങ്ങളുടെ ശാസ്ത്രത്തെ ജനങ്ങൾ വലിച്ചു പുറത്തിട്ട് ചവിട്ടും ജയരാജ. ഒരാളായിട്ട് ചുമ്മാ പുഴുത്ത് ഹിന്ദു ഐക്യവേദി കൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്ക് വിശ്വ ഹിന്ദു പരിഷത്ത്, അതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദു ഐക്യവേദി കേരളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ല, നിങ്ങളിപ്പോ ഒരൊറ്റ സ്ഥലത്തേക്ക് ഒതുങ്ങി നിൽക്കുകയല്ലേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. വർഗീയതയുടെ പച്ചയായ വർഗീയതയുടെ അല്ലെങ്കിൽ ഉത്തരം താങ്ങികളായിട്ടുള്ള പല്ലികളുടെ സ്ഥിതിയാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? ഇപ്പൊ ഇവിടെ ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു കാര്യം, പെരുവഴിയിൽ ഉടുമുണ്ടഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ജയരാജനെ. ഇനി ജയരാജനെ ആരും ആക്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ശ്രീ കെവിൻ പീറ്ററോടും ആരിഫ് ഹുസൈനോടും പറയാനുള്ളത്. എനിക്കറിയാം. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല.